പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കൊറോണ കാലം നമ്മുടെയൊക്കെ മനസ്സിൽ ചെടികളോടുള്ള പ്രിയം കൂടി വരികയാണല്ലോ. നല്ല വില കൊടുത്ത് നമ്മൾ ചെടികളെ വാങ്ങിക്കും. അതിനെ നല്ലതായ രീതിയിൽ നട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് നന്നായി വളർന്ന് തൈകളൊക്കെ ഉണ്ടായി നമുക്കും അതുപോലെ പുതിയ തൈകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിൽപ്പനക്കായാലും പുതിയ ചട്ടികളിലായാലും ഒക്കെ നട്ടെടുക്കാൻ പറ്റുകയുള്ളൂ. ഏത് തരം പുതിയ പോട്ടുകൾ ഇറങ്ങിയാലും എത്ര ഭംഗിയുള്ളതായാലും ചെടികൾ നട്ട് വളർത്താൻ എപ്പോഴും നല്ലത് മൺചട്ടികൾ തന്നെയാണ്. മൺചട്ടികൾ എപ്പോഴും ഈർപ്പം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല തണവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വേരുകൾ നല്ല ഉഷാറായിട്ട് വളർന്ന് ചെടികൾ നല്ല വളർച്ച കാഴ്ചവെക്കും. മൺചട്ടികളാണ് ചെടികൾ നടാൻ നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിപണിയിൽ മൺചട്ടിക്ക് വലിയ ഡിമാൻഡ് തന്നെയാണ്. എന്നാൽ മൺചട്ടികൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇടനിലക്കാരൻ്റെ കൈകളിൽ മൺപോട്ടുകൾ എത്തുമ്പോഴേക്കും അതിന് നല്ല ഒരു എമൗണ്ട് അവരും കൂടെ ഈടാക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്ന മൺചട്ടികൾക്ക് ഇത്രയും റേറ്റ് വരുന്നത്. എന്തായാലും ഞാൻ ഇതുവരെ മൺപോട്ടുകൾ വാങ്ങിയതിനേക്കാളിലും ഏറ്റവും കുറഞ്ഞ വിലക്ക് എനിക്ക് മൺചട്ടികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചട്ടിക്കുള്ള റേറ്റ് 50 രൂപയാണ്. 50 രൂപയുടെ ചട്ടികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 70 രൂപ 100 രൂപ റേറ്റിലൊക്കെ എല്ലാവിധ ഭംഗിയുള്ള ചട്ടികളും ആ ഒരു കടയിൽ വിൽപ്പനക്ക് റെഡിയാണ്. പുതിയ ചെടികൾ കൈകളിൽ എത്തിയാൽ പിന്നെയുള്ള ടെൻഷനാണ് ചട്ടികൾ. എനിക്ക് ഫൈബർ ചട്ടികളോട് അത്രക്കങ്ങ് പ്രിയം പോരാ. എന്നാൽ മൺചട്ടികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം തീരുമാനത്തിലായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫിറ്റോണിയ ചെടികളെയൊക്കെ മൺചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്തു. 50 രൂപയുടെ പോട്ടിലാണ് ഞാൻ ഈ ഫിറ്റോണിയ ചെടിയും നട്ടിട്ടുള്ളത്. വലിയ മരങ്ങളാവാത്ത എല്ലാ ചെടികളും നമുക്കിതുപോലെ 50 രൂപ വിലയുള്ള ചട്ടിയിലൊക്കെ നട്ടുകൊടുക്കാം. അതുപോലെ ഞാൻ എൻ്റെ പുതിയ ഒരു കലാത്തിയ തൈ ഇതിൽ നട്ടുകൊടുത്തിട്ടുണ്ട്. ഒരേ ലെവലിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു പോട്ട് ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ചെറിയ തരം ചെടികളൊക്കെ നമുക്കിങ്ങനെ നട്ടുകൊടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഫിറ്റോണിയ നട്ട് കൊടുത്തതാണിത്. നല്ല മനോഹരമാണ് ഈ ഒരു ചട്ടിയിൽ ഇതിരിക്കുന്നത് കാണുമ്പോൾ. മൺചട്ടികൾ മാത്രമായിട്ടുള്ള നമ്മുടെ ഒരു ഗാർഡൻ ഉണ്ടല്ലോ, അതിമനോഹരമാണ് ആ കാഴ്ച. ഈ ഒരു ഷോപ്പ് ഞാൻ കണ്ടെത്തിയതോടുകൂടെ എൻ്റെ ചെടികൾ വാങ്ങുന്നതിനുള്ള ടെൻഷൻ എനിക്ക് കുറഞ്ഞു. ഇനി ചട്ടികൾ അവിടെ നിന്നും വാങ്ങാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. ഈ ചെടിയും പുതിയതായി വാങ്ങിയതാണ്. ഇത് വലിയ മരമാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ചെറിയ പോട്ടിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നും കൂടെ ഒന്ന് പരീക്ഷിക്കണം. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നല്ല ഗ്രീനും ക്രീം കളറും കൂടെ ചേർന്ന് നല്ല കട്ടിയുള്ള നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ഞാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കായി ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നീട് ഞാൻ റീപോർട്ട് ചെയ്തത് എൻ്റെ അഗ്ലോണിമയാണ്. ഇത് അഗ്ലോണിമയാണെന്ന് പ്രേക്ഷകരാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആ ഒരു ചെടിയും കൂടെ ഞാൻ ഇതുപോലെ ഈ കുഞ്ഞു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്തു. അതുപോലെ മറ്റൊരു കുഞ്ഞു ഇലകളുള്ള അഗ്ലോണിമയും റീപോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഡിഫൻവാച്ചിയാണ്. ഇതും പുതിയ ഒരു ചെടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചെടികൾ റീപോർട്ട് ചെയ്യാൻ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. എല്ലാ ചട്ടികളിലും ഇതുപോലെ ഹാഫായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും നിറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ണ് നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്കെല്ലാം ചോദിക്കാനുണ്ടാവുക ചട്ടി എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന്. എന്നാൽ ഇതാ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ചട്ടി വാങ്ങിയിട്ടുള്ളത്. PV ട്രേഡേഴ്സ് പടിക്കൽ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഈ ഒരു ഷോപ്പിൽ നല്ല വില കുറവുള്ള ചട്ടികളാണ്. ഒരുപാട് തരം വെറൈറ്റി ചട്ടികളുണ്ട് ഇവിടെ. ഹാങ്ങിങ് പോട്ടുകളാണ് ഇതെല്ലാം. നല്ല ഭംഗിയുണ്ട്, നല്ല വിലക്കുറവുമുണ്ട്. ചട്ടിയുടെ എല്ലാത്തിൻ്റെയും വിലയൊന്നും എനിക്കിതിലൂടെ പറയാൻ കഴിയില്ല. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്തായാലും
നഷ്ടമില്ലാതെ തന്നെ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ചാലും അതിൻ്റെ റേറ്റ് പറഞ്ഞു. ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇനി ചട്ടി കിട്ടുമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 50 രൂപ മുതൽ ഇവിടെ ചട്ടികൾ ലഭ്യമാണ്. ബോൺസായ് പോട്ടുകളും ഓർക്കിഡ് പോട്ടുകളും എന്ന് വേണ്ട മറ്റുള്ള എല്ലാത്തരം പോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയുള്ള പലതരം പോട്ടുകളുണ്ട്. പരന്ന തലത്തിലുള്ള ഈ ഒരു പോട്ടും ഇവിടെ കണ്ടു. അതുപോലെ നമ്മുടെ കിച്ചണിലേക്കുള്ള പോട്ടുകളും ലവ് ബേഡ്സിനുള്ള കൂടുകൾ, പലതരം വെറൈറ്റീസ് ചട്ടികളൊക്കെ ഉണ്ട്. കൂജ ഇങ്ങനെയുള്ള, പിന്നെ ഇതുപോലെ ഉള്ള സാധനങ്ങൾ. പിന്നെ അത് മാത്രവുമല്ല, സിമൻറ്റ് പോട്ടുകളും ഇവിടെ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് വീട് മേയാൻ ഉപയോഗിച്ചിരുന്ന ഓടും ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ നമ്മുടെ വേസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയ എല്ലാ സാമഗ്രികളും, എല്ലാതും നമ്മളെ താമരക്കുളം ഇങ്ങനെയുള്ള പല പല ഐറ്റംസ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല വിലക്കുറവോടെ തന്നെയാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത്. കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് വിൽപ്പന നടത്തുന്നത്. ഇടനിലക്കാരൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നുണ്ട്. ഇവിടെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും അതുപോലെ തന്നെ അവരുടെ കാർഡും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട കാർഡാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം നിങ്ങളോട് എല്ലാ ചട്ടിയുടെയും വിലകൾ പറഞ്ഞു തരും. ഓൺലൈനായി സെയിലുള്ളതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഈ ഒരു മലപ്പുറം ജില്ല ഭാഗത്തുള്ള എല്ലാവർക്കും ചട്ടികൾ വാങ്ങാൻ ഇവിടെ പോവാം. കോണ്ടാക്റ്റ് നമ്പർ എഴുതി വെച്ച് ആ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പോവുക. കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ പോട്ടുകൾ തീർന്നാൽ എന്നെ വന്ന് നിങ്ങളാരും തെറി വിളിക്കരുത്. ഇതുവരെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തതിലൊക്കെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2 ദിവസമൊക്കെ കഴിഞ്ഞ് ചെടി വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്പറിലൊന്നും കോണ്ടാക്റ്റ് ചെയ്യാതെ ചെടികളും പോട്ടൊക്കെ വാങ്ങാൻ പോകും. അവിടെ സാധനങ്ങൾ തീർന്നാൽ അവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയാറാണ് പതിവ്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം ഞാൻ ഈ കടക്ക് പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ എനിക്ക് എന്തെങ്കിലും തന്നിട്ടോ ഒന്നുമല്ല വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രേക്ഷകർക്ക് എന്നോട് ചട്ടിയുടെ വില എത്ര, എവിടെന്നാ വാങ്ങി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഉപകാരമായാൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അല്ലാതെ പോയതിന് ശേഷം പോട്ടില്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നൊന്നും പറയരുത്. എൻ്റെ അനുഭവമാണ് ഞാനിവിടെ വിവരിച്ചത്. ഞാൻ ഇതുവരെ പോട്ടുകൾ വാങ്ങിയതിനേക്കാളിലും വില കുറഞ്ഞാണ് എനിക്ക് പോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരം കിട്ടിയെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എന്തായാലും അവസാനം വരെ ഈ വീഡിയോ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.